നോക്കൂ, ഈ മന്ത്രം എന്ന് പറയുമ്പോൾ മന്ത്രം എന്ന് പറയുന്നത് വേദമന്ത്രങ്ങളാണ്. ആ മന്ത്രം പ്രത്യേക ഛന്ദസ്സിലാണ് രചിക്കപ്പെടുന്നത്. ഈ ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ, ഒരു മീറ്ററിലാണ് രചിച്ചിട്ടുള്ളത്. അത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്റർ, ഇംഗ്ലീഷിൽ പറയും മീറ്ററിലാണ് ഇത് എഴുതുക, റിതമിക് ആയിട്ടുള്ള ഒരു മീറ്ററിൽ എഴുതുന്നു എന്ന് പറയും. അപ്പോൾ അത് ആ മന്ത്രങ്ങൾ ഒരു പ്രത്യേക ഛന്ദസ്സിൽ രചിക്കപ്പെട്ടതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, സാധിക്കും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ തലങ്ങളിലും കോശാന്തരങ്ങളിലും പ്രത്യേകമായ താളം ഉണ്ടായി വരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ദർ വിൽ ബി ന്യൂ റിതം വിൽ കം ഔട്ട്. സംസ്കൃതത്തിൽ, വേദത്തിൽ അതിന് പറയുക ഋതം എന്നാണ്. ഒരു ഋതം ഉണ്ടാവുന്നു. ഈ താളം ഛന്ദസ്സാണ്. ഈ താളമാണ് ഛന്ദസ്. നമ്മുടെ ശരീരത്തിന് ഒരു താളമുണ്ട്, മന്ത്രത്തിന് ഒരു താളമുണ്ട്, ഈ പ്രകൃതിക്ക് ഒരു താളമുണ്ട്. ഈ താളം ഛന്ദസ്സാണ്. ഇത് വേറെ എവിടെയും ഇല്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ മെഡിറ്റേഷൻസ് വിൽ ബി ദെയർ, മന്ത്രജപ വിൽ ബി ദെയർ, ബട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചേരുമ്പോൾ സംഭവിക്കുന്ന പരിവർത്തനമാണ് ഇമ്പോർട്ടൻറ്റ്. ഈ സന്ധിയാണ് പ്രധാനം. രണ്ട് വസ്തുക്കൾ അവിടെയും ഇവിടെയുണ്ട്, പക്ഷേ അവയെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മളെ വിജയം. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ബ്രഹ്മയജ്ഞം, വേദയജ്ഞങ്ങൾ, വേദം പഠിപ്പിക്കുമ്പോൾ ഇതറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നവന് ജീവിതത്തിൽ മാറ്റം വരും. കാരണം പ്രകൃതിക്കൊരു താളമുണ്ട്, ഈ താളം ഛന്ദസ്സാണ്. ഋതമെന്ന് വേദങ്ങളിൽ പറയുന്നത് ഇതാണ്. ശരീരത്തിനൊരു ഛന്ദസ്സുണ്ട്, മന്ത്രത്തിനും പ്രകൃതിക്കും ഇതേ ഛന്ദസ്സുണ്ട്. അപ്പോൾ ശരീരത്തിന് ഒരു ഛന്ദസ്സുണ്ട്, മന്ത്രത്തിനും പ്രകൃതിക്കും ഇതേ ഛന്ദസ്സുണ്ട്. ഇവ ഒരേപോലെ ഒരേ താളത്തിലെത്തുമ്പോൾ നമ്മിൽ അസാധാരണമായ പരിവർത്തനം ഉണ്ടാകുന്നു, മാറ്റം ഉണ്ടാകുന്നു. ഇതാണ് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് ധ്യാനം ചെയ്യുമ്പോൾ അർത്ഥവിചിന്തനത്തിലൂടെ ധ്യാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ് പറയുന്നുണ്ട്. മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷനിൽ നമ്മൾ മന്ത്രം ചൊല്ലിക്കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു, കേവലം മെഡിറ്റേഷൻ മാത്രമല്ല, അർത്ഥവിചിന്തനത്തിലൂടെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. യു ആർ മെഡിറ്റേറ്റിംഗ് ത്രൂ ദി പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് ദാറ്റ് മന്ത്ര. സോ യു വിൽ ഗെറ്റ് ദ ഫോക്കസ് ഇൻ എ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ്. യു വിൽ ഗെറ്റ് ഇറ്റ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.